പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നേച്ചർ ലൈഫ് ടി വിയിലേക്ക് ഹാർദമായ സ്വാഗതം. നിങ്ങൾക്കും ഡോക്ടറാകാം. നിങ്ങളുടെ ഡോക്ടർ. രോഗങ്ങൾ നിങ്ങൾക്ക് തന്നെ മാറ്റിയെടുക്കാം. രോഗങ്ങളില്ലാതെ സുഖമായി ജീവിക്കാം. കുറച്ചു നാളായി എന്നെക്കുറിച്ചൊരു പരാതിയുണ്ട്. രോഗങ്ങളെക്കുറിച്ചും അത് മാറ്റേണ്ട രീതികളെക്കുറിച്ചും കൂടുതലൊന്നും പറയുന്നില്ല. പത്രങ്ങളിൽ വരുന്ന ചില വാർത്തകളെക്കുറിച്ച്, ചില ഭക്ഷണ സാധനങ്ങളെക്കുറിച്ച് അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പലരും ആവശ്യപ്പെടുന്നുണ്ട്, തൈറോയിഡ് രോഗത്തെക്കുറിച്ച് വീഡിയോ ചെയ്യണം, വൃക്കരോഗത്തെക്കുറിച്ച് ചെയ്യണം, ഗില്ലൻ ബാരി സിൻഡ്രത്തെക്കുറിച്ച് ചെയ്യണം, IBS-നെക്കുറിച്ച്, അങ്ങനെ പല രോഗങ്ങളെക്കുറിച്ചും വീഡിയോകൾ ചെയ്യണം എന്നാവശ്യപ്പെടുന്നുണ്ട്. നേച്ചർ ലൈഫ് ടി വി ചാനൽ സ്ഥിരമായി കാണുന്ന ആളുകൾക്ക് അതിൻ്റെ ആവശ്യകത അത്ര ഇല്ല എന്ന് മനസ്സിലാകുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്തുകൊണ്ടാണ് ഓരോരോ രോഗങ്ങൾ, അവയുടെ ചികിത്സകൾ അതങ്ങനെ ഞാൻ പറയാത്തതല്ല, ഞാൻ ധാരാളം പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 2500ഓളം വീഡിയോകളാണ് നേച്ചർ ലൈഫിൻ്റെ ഈ ചാനലിലുള്ളത്. മറ്റ് ചാനലുകളിലൊക്കെയായി ഇനിയും നൂറുകണക്കിനുണ്ട്. പക്ഷേ പുതുതായി വരുന്ന പ്രേക്ഷകർക്ക് അതെല്ലാം പിന്നോട്ട് പോയി മൊത്തം കാണാൻ, അതിൽ നിന്ന് വേണ്ടതെടുക്കാൻ പ്രയാസമുണ്ടാകും. അതുകൊണ്ടായിരിക്കും മിക്കവാറും അവർ അങ്ങനെ ആവശ്യപ്പെടുന്നത്. ഏതായാലും കുറച്ചൊക്കെ അത് പറയാം. പക്ഷേ പലപ്പോഴും എൻ്റെ മനസ്സ് അതിന് സമ്മതിക്കാറില്ല. കാരണം പലതായി നിങ്ങൾ കാണുന്ന രോഗങ്ങളുടെയും അടിസ്ഥാന കാരണം ഒന്നാണ്. അത് അനാരോഗ്യമാണ്. മനുഷ്യ ശരീരം ഒന്നു മാത്രമാണ്. ശരീരത്തെ നയിക്കുന്ന മനസ്സ് ഒന്നാണ്. മനസ്സിനെ നിയന്ത്രിക്കുന്ന ജീവ ചൈതന്യം അതൊന്നാണ്. ജീവനും മനസ്സും ശരീരവും അതിനെല്ലാം ആധാരമായി, അതിൻ്റെ എല്ലാം സുഗമമായ പ്രവർത്തനത്തെ സഹായിക്കുന്ന ആരോഗ്യം എന്നതിനെ നോക്കുകയാണെങ്കിൽ അതും ഒന്നാണ്. ആ ആരോഗ്യത്തിൻ്റെ പതനം, ആ ആരോഗ്യത്തിൻ്റെ അഭാവം, അല്ലെങ്കിൽ കുറച്ചിൽ, ആ കുറച്ചിൽ അനാരോഗ്യമെന്ന് നമ്മൾ വിളിക്കും. ആ അനാരോഗ്യം ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളുടെയും പ്രവർത്തനങ്ങളുടെ ശക്തി കുറയ്ക്കും. ശരിയായി പ്രവർത്തിക്കാൻ അനാരോഗ്യം വന്ന ഒരു ശരീരത്തിലെ അവയവങ്ങൾക്ക് സാധിക്കില്ല. ശീലപ്രത്യേകതകൾ കൊണ്ട് ചില ഭാഗങ്ങളിൽ അനാരോഗ്യത്തിൻ്റെ ആഘാതം കൂടുതലുണ്ടായെന്ന് വരും. ചോറ് തന്നെ, കാർബോടോക്സിക് ആയ ചോറ് എന്ന് പറഞ്ഞാൽ തവിട് കളഞ്ഞ ചോറ്, രണ്ടാമത് ചൂടാക്കിയ പുഴുക്കലരിയുടെ ചോറ്, ആ ചോറ് തന്നെ വീണ്ടും ചൂടാക്കി ഹോം മോർച്ചറിയിൽ കയറ്റി വെച്ചിറക്കി വീണ്ടും ചൂടാക്കിയത് കഴിക്കുമ്പോൾ, അതേപോലെ തന്നെയാണ് ചോറ് തന്നെ, ഇഡ്ഡലിയായാലും പുട്ടായാലും അപ്പമായാലും എല്ലാം ചോറ് തന്നെയാണ്. ഇനി അത് ബേക്കറികളിൽ നിരന്നിരിക്കുന്ന വിവിധ നിറങ്ങളിലുള്ള, വിവിധ രൂപങ്ങളിലുള്ള സാധനങ്ങളായാലും, ഞാനതിനെ ആഹാര സാധനങ്ങളെന്ന് പറയുന്നില്ല, അത് ആഹാര സാധനങ്ങളല്ല. ആഹാരത്തിന് നേരെ വിരുദ്ധമായ നെഗറ്റീവ് മൂല്യം മാത്രമുള്ള, ശരീരത്തിന് വിഷമൂല്യം മാത്രം തരുന്നതാണ് നാം അറിയപ്പെടുന്ന ബേക്കറി സാധനങ്ങളെല്ലാം. ആ വക സാധനങ്ങളെല്ലാം കാർബോടോക്സിക് എന്ന ഗണത്തിൽപ്പെടുന്നതാണ്. നിങ്ങളത് കുറച്ച് പഠിക്കുന്നത് നല്ലതാണ്. കാർബോടോക്സിക് 2 വാക്കായിട്ട് നോക്കിയാൽ വേറെ ഉത്തരങ്ങൾ കിട്ടും. കാർബോടോക്സിക് എന്നുള്ളത്, ടോക്സിസിറ്റി എന്നുള്ളത് ഒറ്റ വാക്കായിട്ട് ടൈപ്പ് ചെയ്ത് നിങ്ങൾ ChatGPT-യോടോ മെറ്റയോടോ ജെമിനിയോടൊക്കെ ഒന്ന് ചോദിക്കുക, അല്ലെങ്കിൽ നെറ്റിൽ തിരയുക. നിങ്ങൾക്ക് കുറേ കൂടെ ഇൻസൈറ്റ് കിട്ടും നിങ്ങളെങ്ങനെ രോഗികളാകുന്നു.
അപ്പോൾ അങ്ങനെ കാർബോ ടോക്സിക് ആയിട്ടുള്ള സാധനങ്ങൾ, പ്രോസസ്സ് ചെയ്ത അരി, തവിട് കളഞ്ഞ അരി, ഇനി ഒന്നും വേണ്ട നല്ല അരി തന്നെ, തവിടുള്ള അരി തന്നെയാണ്, ഫ്രഷായി തന്നെ അത് നിങ്ങൾ കഞ്ഞി വെച്ചു, ചോറുണ്ടാക്കി 2 മണിക്കൂറിനുള്ളിൽ കഴിച്ചു. പക്ഷെ അമിതമായാൽ അതും കാർബോ ടോക്സിക് ആയിട്ട് മാറും. നിങ്ങളെ ഉദരപ്രശ്നങ്ങളിലേക്ക്, ഗ്യാസ് ട്രബിളിലേക്ക്, മലബന്ധത്തിലേക്ക്, അസിഡിറ്റിയിലേക്ക്, നിരവധി തരത്തിലുള്ള അസുഖങ്ങളിലേക്ക് തള്ളിയിടും. ഇപ്പോൾ ശീലപ്രത്യേകത കൊണ്ട് നിരന്തരമായി കാർബോ ടോക്സിക്കായ ചോറ് തന്നെ കഴിച്ച് നിങ്ങളുടെ പാൻക്രിയാസിനാണ് അനാരോഗ്യം ആദ്യം ബാധിക്കുന്നതെന്ന് വരാം. ആ അനാരോഗ്യത്തിൻ്റെ ഫലമായി ഇൻസുലിൻ ആവശ്യത്തിനുണ്ടാകാതെ വരുമ്പോൾ അതിനെ നിങ്ങൾ ഷുഗർ കൂടിയതായി തിരിച്ചറിയുന്നു. ഡോക്ടർമാരും രക്തം പരിശോധിക്കാനാണ് പറയുക, പാൻക്രിയാസിനെ പരിശോധിക്കാനല്ല. കാരണം പാൻക്രിയാസിനെ നന്നാക്കാൻ അറിയാത്തവർക്ക് പാൻക്രിയാസ് വീക്കാണ് എന്ന് കാണിച്ചു തന്നാൽ കൈമലർത്താനല്ലാതെ വേറൊന്നും പറ്റില്ല. അതുകൊണ്ട് അവർ പാൻക്രിയാസിൻ്റെ ദൗർബല്യത്തെക്കുറിച്ച്, ക്ഷീണത്തെക്കുറിച്ച്, തളർച്ചയെക്കുറിച്ച്, പ്രവർത്തന വൈകല്യത്തെക്കുറിച്ച് മിണ്ടത്തില്ല. അതിനു പകരം നിങ്ങളുടെ ഷുഗർ കൂടിയിരിക്കുന്നു എന്ന് അവിടെ ടെസ്റ്റ് ചെയ്ത് കാണിക്കും. തുടക്കത്തിൽ ഒന്നും ശ്രദ്ധിക്കാതെ കൂമ്പിൽ നിങ്ങളെ കാണിക്കും. കൂമ്പിൽ വളം വയ്ക്കാൻ പറയും, കൂമ്പിൽ മരുന്ന് വയ്ക്കാൻ പറയും, ഷുഗർ കുറയ്ക്കാൻ പറയും. അപ്പോൾ അത് ദിവസവും ചെയ്യേണ്ടതായിട്ട് വരും. പാൻക്രിയാസിനെ നന്നാക്കിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അന്നത്തതോടുകൂടി, ആ നന്നാകുന്നതോടുകൂടി ഇൻസുലിൻ നേരെയായി, ഷുഗറും നേരെയാകും, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. പ്രമേഹത്തിൻ്റെ പേരിൽ ഷുഗർ കുറയ്ക്കാനുള്ള മരുന്ന് കഴിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും മരുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. അവരുടെ തല ഡോക്ടറുടെ കക്ഷത്ത് കുടുങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ മരുന്ന് കമ്പനിയുടെ പാത്രവും ഉണ്ട്. മരുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. മരുന്നുകൾ കഴിക്കും തോറും കൂടുതൽ രോഗം ഉണ്ടായേ തീരൂ. കാരണം മരുന്നുകൾ എന്ന് പറയുന്നത് കെമിക്കലുകളാണ്. അത് ഇനോർഗാനിക് കെമിക്കലുകളാണ്, ഓർഗാനിക് പോലുമല്ല. ഓർഗാനിക്കായ ശരീരം, ബയോളജിക്കലായ ശരീരം, ആ ശരീരത്തിലേക്ക് ബയോളജിക്കലായ, ശരീരത്തിൻ്റെ ബയോളജിക്ക് ചേരുന്ന ബയോളജിക്കലായ സാധനങ്ങൾ മാത്രമേ ചെല്ലാവൂ. ബയോളജിക്കലാണ് ഒതളങ്ങ, ബയോളജിക്കലാണ് ഉമ്മത്തിൻ്റെ കായ. അങ്ങനെയുള്ളതൊന്നും ശരീരത്തിലേക്ക് ചെന്നുകൂടാ. ബയോളജിക്കലായ പഴങ്ങൾ ചെല്ലാം. ആ ബയോളജിക്കലായ പഴങ്ങളിൽ കെമിക്കലുകളുടെ മാറ്റം വരുന്ന, രാസമാറ്റങ്ങൾ വരുന്ന വ്യതിയാനങ്ങൾ നിങ്ങൾ പലതരം പാചകങ്ങളിലൂടെ ചെയ്യുമ്പോൾ, അതിനെ എണ്ണയിൽ വറുത്തുമൊരിക്കുമ്പോൾ ശരീരത്തിന് ചേരാത്ത രീതിയിലേക്ക് അതിൻ്റെ കോമ്പോസിഷൻസ് എല്ലാം മാറുന്നുണ്ട്, അതിൻ്റെ ഘടന മാറുന്നുണ്ട്. അത് ദഹനവിധേയമല്ലാത്ത, മനുഷ്യ ശരീരത്തിൽ ആമാശയത്തിലേക്കും ചെറുകുടലിലേക്കുമെല്ലാം എത്തുന്ന ദഹനരസങ്ങൾ പരാജയപ്പെടുന്ന, ആ ദഹനരസങ്ങൾക്ക് ചേരാത്ത രീതിയിൽ രൂപം മാറുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രകൃതി ചികിത്സയിൽ ഞങ്ങൾ അധികം ഉപ്പും പുളി എരിവുകളെല്ലാം ചേർത്തുള്ള സാധനങ്ങൾ കഴിക്കല്ലേ, വറുത്തത് കഴിക്കല്ലേ, മൈദ തുടങ്ങിയ സാധനങ്ങൾ കഴിക്കല്ലേ, വനസ്പതി കഴിക്കല്ലേ, വെളിച്ചെണ്ണ മാത്രം മതി. അല്ല എങ്കിൽ നല്ല എള്ളെണ്ണ, ഒലിവ് ഓയിൽ, വെളിച്ചെണ്ണ കിട്ടാത്തവർക്ക് അങ്ങനെയൊക്കെ ആവാം. ഉത്തരേന്ത്യയിൽ പോയാൽ കടുക് ഓയിലുമാകാം, നിവൃത്തിയില്ല എങ്കിൽ അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ ഏത് രോഗമാണെങ്കിലും പ്രകൃതി ജീവനത്തിന് അതൊരൊറ്റ രോഗമാണ്, അനാരോഗ്യമാണ്. ആ അനാരോഗ്യം ശരീരത്തിൽ വരുന്നത് 2 വഴികളിലൂടെയാണ്. 2 കാരണങ്ങൾ അത് കാണാൻ സാധിക്കും. ഒന്ന് ടോക്സിസിറ്റി, രണ്ടാമത്തേത് ഡെഫിഷ്യൻസി. ശരീരത്തിൽ നിന്ന് മാലിന്യങ്ങളായി മാറുന്നവയെ നീക്കം ചെയ്യാൻ കഴിയാതെ വരുമ്പോഴുണ്ടാകുന്ന ടോക്സിസിറ്റി. രണ്ടാമത്തത് പുതിയ കോശങ്ങളെ ഉണ്ടാക്കാനും ശരീരത്തിൻ്റെ കേട് തീർക്കാനും സഹായിക്കുന്ന പോഷക വസ്തുക്കൾ, ജീവ തേജസ്സുള്ള വസ്തുക്കൾ കിട്ടാതെ വരുന്നത് കൊണ്ടുണ്ടാകുന്ന ഡെഫിഷ്യൻസി. ഈ 2 കാര്യങ്ങൾ കൊണ്ടല്ലാതെ ഒരു മനുഷ്യ ശരീരത്തിലും ഒരു രോഗവും ഉണ്ടാകുന്നില്ല. ഇന്നത്തെ ഈ സംഭാഷണത്തിൽ
ഞാൻ യഥാർത്ഥത്തിൽ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം പറയാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അതങ്ങോട്ട് ആദ്യം പറഞ്ഞുകൂടെ എന്നൊക്കെ ക്ഷമയില്ലാതെ കയറി ചോദിക്കുന്ന പലരും ഉണ്ട്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് 6 സെക്കൻഡ്, അര മിനിറ്റ്. എൻ്റെ സഹപ്രവർത്തകർ പലരും പറയുന്നുണ്ട് ഇങ്ങനെ നീട്ടി പറയുന്നത്. അത് നിങ്ങൾക്ക് കാര്യം മര്യാദക്ക് മനസ്സിലാകണമെന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ആ ഉത്തരം കൂടെ പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് ചെയ്തേക്കാം. അങ്ങനെ അടിമകളെ ആവശ്യമില്ല. കാര്യങ്ങൾ ബോധ്യപ്പെട്ട് വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നവരും അടുത്തൊരു ഘട്ടം വരുമ്പോൾ വീണ്ടും എൻ്റെ പക്കൽ വരാതെ, വീണ്ടും ആശയക്കുഴപ്പത്തിലാവാതെ സ്വയം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന വിവേകവും വിജ്ഞാനവുമുള്ള, ആർജവമുള്ള, സ്വാശ്രയത്വമുള്ള, സ്വയം ഭരണം നടത്തുന്ന, സ്വരാജ് നേടിയെടുക്കുന്ന ഒരു സമൂഹത്തെയാണ് ഞങ്ങൾ, പ്രത്യേകിച്ച് ഗാന്ധിമാർഗ പ്രവർത്തകർ വിഭാവനം ചെയ്യുന്നത്. അതുകൊണ്ടാണ് പുതുതായി വരുന്നവർക്ക് കൂടെ മനസ്സിലാകണം എന്ന പരിഗണന കൂടെ വെച്ചുകൊണ്ട് കാര്യങ്ങൾ വിശദമായി പറയുന്നത്. അതിന് ക്ഷമയില്ലാത്തവരെന്ത് ചെയ്യണം? അതിനൊക്കെ ക്ഷമയില്ലാത്തവർക്കാണ് വളരെ എളുപ്പത്തിൽ ആഹാരത്തിന് മുമ്പും പിമ്പും 2 ഗുളിക, പിന്നെ വലിയ താമസമില്ലാതെ പ്രമേഹം, അതിൻ്റെ മരുന്ന്, ആ മരുന്നുകൾ ഉണ്ടാക്കുന്ന BP കൂടൽ, അതിൻ്റെ മരുന്ന്, ആ മരുന്നുകൾ ഉണ്ടാക്കുന്ന ഹൃദയത്തിൻ്റെ തകർച്ച, അതിൻ്റെ മരുന്ന്, ആ മരുന്നുകളെല്ലാം കൂടി ഉണ്ടാക്കുന്ന കരളിൻ്റെ കേട്, വൃക്കയുടെ നാശം, ആ മരുന്നുകളെല്ലാം കൂടി, എല്ലാ മരുന്നുകളും കൂടി ഉണ്ടാക്കുന്ന ക്യാൻസർ, ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ, ഡയാലിസിസ്, കരൾ മാറ്റം, കിഡ്നി മാറ്റം, പാട്ടപ്പിരിവ്, ബക്കറ്റ് പിരിവ്, അവസാനം ദുരിതം സഹിച്ചുള്ള മരണം. അതുകൊണ്ട് ആരോഗ്യ വിഷയങ്ങൾ കേൾക്കുമ്പോൾ, പ്രത്യേകിച്ച് ഞങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന സ്വാഭാവിക ജീവിത രീതിയുടെ, പ്രകൃതി ജീവന രീതിയുടെ ഭാഗങ്ങൾ കേൾക്കുമ്പോൾ ക്ഷമയോടെ കേൾക്കണം, സമയമെടുത്ത് കേൾക്കണം, മനസ്സിലാക്കി തന്നെ പ്രയോഗങ്ങൾ നടത്തണം, പരീക്ഷണങ്ങൾ നടത്തണം. ഞാനീ പറയുന്നതൊന്നും ഒറ്റമൂലിയാണെന്നുള്ള അവകാശവാദമൊന്നും എനിക്കില്ല. എല്ലാ രോഗങ്ങളെയും സുഖപ്പെടുത്താൻ കഴിയും എന്ന പൂർണ്ണമായ ആത്മവിശ്വാസം എനിക്കുണ്ട്. അനുഭവജ്ഞാനവും 10-40 കൊല്ലത്തതുണ്ട്. എന്നാൽ എല്ലാ രോഗികളെയും സുഖപ്പെടുത്താനാവില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിന് നിരവധി കാരണങ്ങളുണ്ട്. അത് ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. അപ്പം ഞാനീ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കുമ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ ചെയ്തു നോക്കണം. മദ്യപിക്കുന്ന ഒരാൾക്ക് ഞാനീ പറഞ്ഞ കാര്യങ്ങൾ അത്ര പെട്ടെന്നൊന്നും ഗുണം തരണമെന്നില്ല. ഇംഗ്ലീഷ് മരുന്ന് ധാരാളം കഴിച്ച ആളുകൾ, നല്ലത് നേച്ചർ ലൈഫിൻ്റെ 7 ശാഖകൾ കേരളത്തിലുണ്ട്. അവിടെ എവിടെയെങ്കിലും വന്ന് കുറച്ച് ദിവസം നിന്നിട്ട് മേൽനോട്ടത്തിലൂടെ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. മരുന്നുകൾ പെട്ടെന്ന് നിർത്തരുത്. അവിടെ നിന്ന് പറയുന്ന രീതിയിൽ പതുക്കെ പതുക്കെ കുറച്ച് മാത്രമേ ചെയ്യാവൂ. അപ്പോൾ രോഗങ്ങൾക്ക് കാരണം 2ആണ്: വിഷവൽക്കരണം, പോഷക ദൗർലഭ്യം, ഡെഫിഷ്യൻസി. ടോക്സിസിറ്റി ആൻഡ് ഡെഫിഷ്യൻസി, ഇതാണ് രോഗങ്ങളുടെ കാരണം. ഇത് രണ്ടും മാറ്റിക്കൊടുത്താൽ മാറാത്ത രോഗങ്ങളൊന്നുമില്ല. പക്ഷേ പലപ്പോഴും നിങ്ങളുടെ രോഗങ്ങൾ മാറുന്നതിന് അതിന് തൊട്ടുണ്ടായ രോഗത്തെ കൂടെ മാറ്റേണ്ടതായി വരും. അല്ല, അതിന് തൊട്ടു മുമ്പുണ്ടായിരുന്ന രോഗം ഞങ്ങളാ മരുന്ന് കഴിച്ചപ്പോൾ മാറിയതാണ്. ഞാനിങ്ങനെ കുറേ നാൾ അലോപ്പതി മരുന്ന് കഴിച്ചു, പിന്നെ ആയുർവേദത്തിന് പോയി, പിന്നെ ഹോമിയോയ്ക്ക് പോയി. അങ്ങനെ വന്നപ്പോൾ അത് മാറിയതാ. എങ്ങോട്ടാ മാറിയത്? രോഗത്തിൻ്റെ കാരണം മാറ്റിയിട്ടാണോ മാറിയത്? അല്ല, കാരണം എന്താണെന്ന് അറിയില്ല. അല്ല, അത് ഡോക്ടറും പറഞ്ഞില്ല. ഇല്ല, ഡോക്ടറും പറഞ്ഞില്ല, കാരണം അറിയില്ല എന്നാണ് പറഞ്ഞത്. രക്തമൊക്കെ പരിശോധിച്ചു, കഫം പരിശോധിച്ചു, മൂത്രം പരിശോധിച്ചു, മലം പരിശോധിച്ചു, എന്നിട്ടും കാരണം മനസ്സിലായില്ല. കുറേ അണുക്കളാണെന്ന് പറഞ്ഞ് ആൻറ്റിബയോട്ടിക്കൊക്കെ ആദ്യം തന്നതാണ്. അതെല്ലാം കഴിക്കുമ്പോൾ അന്നേരം മാറും, പിന്നെയും വരും. ഇപ്പോൾ ഒരു രോഗവും മരുന്ന് കൊണ്ട് ശരിയായ രീതിയിൽ പൂർണ്ണമായിട്ട് മാറുന്നില്ല. അത് ഗുപ്താവസ്ഥയിലേക്ക് പോകും. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളെ ഒരു തേള് കടിച്ചു.
അതിൻ്റെ ഫലമായി നല്ല വേദനയും പുകച്ചിലും പ്രയാസങ്ങളും നിങ്ങൾക്കുണ്ടായി. നിങ്ങളൊരു ഡോക്ടറെ കണ്ടു. ഡോക്ടർ നിങ്ങൾക്ക് വേദനയ്ക്കുള്ള ഒരു ഇഞ്ചക്ഷൻ തന്നു. വേദനയും പ്രയാസവും മാറി. ആ തേളിൻ്റെ വിഷം മാറുമോ? ആ വിഷം പോകുമോ? അത് ശരീരത്തിൽ എവിടെയെങ്കിലും ചെന്ന് കിടന്ന് ഭാവിയിലെ മാരക രോഗം, ക്യാൻസർ അടക്കമുള്ള രോഗമായിട്ട് വരും. അപ്പോൾ അത്തരത്തിലൊരു ക്യാൻസർ ചികിത്സിക്കുമ്പോൾ ഈ വിഷാംശത്തിൻ്റെ പുറന്തള്ളൽ ശരീരം നടത്തേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് ആസ്തമയ്ക്ക് ചികിത്സിക്കുമ്പോൾ നേച്ചർ ലൈഫിൽ 2000 ആണ്ട് തുടങ്ങി ഇപ്പോൾ 25 വർഷമാകുകയാണ്. 2025 സെപ്റ്റംബർ 24 ബുധനാഴ്ച രാവിലെ 9 മണി മുതൽ എറണാകുളം ടൗൺ ഹാളിൽ ഈ 25ാമത്തെ വർഷത്തെ ആഘോഷ പരിപാടികൾ നടക്കുകയാണ്. നിങ്ങൾ വരണം. കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും കൂട്ടി വരണം. അപ്പോൾ ഈ 25 വർഷത്തിനുള്ളിൽ അനേകം ആസ്തമ രോഗികൾ നേച്ചർ ലൈഫിൽ വന്നിട്ടുണ്ട്. അതിനു മുമ്പും നിരവധി ആസ്തമ രോഗികളെ ഞാൻ എൻ്റെ മറ്റു മദ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ, പരിസ്ഥിതി പ്രവർത്തനങ്ങൾ, ഗാന്ധി യുവമണ്ഡലത്തിൻ്റെ പ്രവർത്തനം, സ്വാശ്രയ വൈപ്പിൻ്റെ പ്രവർത്തനം, ആ പ്രവർത്തനങ്ങളുടെ ഇടയിലൂടെ ഞാൻ നടന്ന് ചികിത്സിച്ചിട്ടുണ്ട് കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും. ഒരാസ്തമ രോഗിയുടെ ഓർമ്മ എപ്പോഴും എൻ്റെ ഉള്ളിൽ വരാറുണ്ട്. ചിറ്റൂർ അമ്പലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് താമസിച്ചിരുന്ന എറണാകുളത്തെ ചിറ്റൂർ അരിപ്പറമ്പിൽ തങ്കം 10-24 കൊല്ലത്തെ ആസ്തമയിൽ മറ്റു കാര്യങ്ങൾക്കൊന്നും സാധ്യമല്ലാതെ വന്ന എറണാകുളം ഹൈക്കോർട്ടിലെ ഗസറ്റഡ് ഓഫീസർ പോസ്റ്റിൽ നിന്ന് ഈ ആസ്തമ രോഗം കാരണം വോളണ്ടറി റിട്ടയർമെൻ്റ് എടുക്കേണ്ടി വന്ന അവരെ പൂർണ്ണമായും സുഖപ്പെടുത്താൻ ഒരു ചികിത്സാ കേന്ദ്രം ഇല്ലാതെ ഇരുന്നപ്പോൾ പോലും അവരുടെ വീടുകളിൽ ഇടയ്ക്കിടയ്ക്ക് പോയി. അവരുടെ മകൾ ശശികല എൻ്റെ സുഹൃത്താണ്. അങ്ങനെ എനിക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം 100 കണക്കിന് ആസ്തമ രോഗികളാണ് നേച്ചർ ലൈഫിൽ വന്നത്. ആസ്തമ മാറാതെ പോയ 10 പേരെ കാണിച്ചു തരാമോ? സാധിക്കില്ല. ഉണ്ട്, 4, 5, 6 പേരുണ്ട്. ഒന്ന്, അവർ ആവശ്യപ്പെട്ട അത്ര സമയം അവിടെ വിശ്രമിച്ച് പ്രകൃതി രീതികൾ ചെയ്തിട്ടുണ്ടാവില്ല. 2, അവിടെ നിന്ന് പ്രകൃതി ചെയ്തു, പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ കൊതി കൊണ്ട് വികൃതി ചെയ്തു, അങ്ങനെ തിരിച്ചടി വന്നു. അങ്ങനെ വരാം. ആസ്തമയുടെ പിന്നിൽ ഒരു ഇമോഷണൽ ഇൻഫ്ലുവൻസ് ഉണ്ട്. കഠിനമായ മനോവ്യതയിലേക്ക്, ടെൻഷനിലേക്കെല്ലാം വന്നതുകൊണ്ടും തിരിച്ചു വന്നിട്ടുണ്ടാകും ചിലർക്ക്. ചിട്ട തെറ്റിച്ചവരെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ശ്വാസകോശം മറ്റു രോഗങ്ങൾക്കുള്ള മരുന്ന് കഴിച്ചും കീടനാശിനി കയറിയും ചുരുങ്ങിപ്പോയിട്ടുള്ള 1-2 പേർക്കും ആസ്തമ മാറിയിട്ടില്ല. അല്ലാതെ ആവശ്യമുള്ള സമയം, ഓരോ രോഗിയുടെയും ആവശ്യം ഓരോ തരത്തിലാണ്. കുട്ടികളുടെ ആസ്തമ പെട്ടെന്ന് മാറും. പ്രായം ചെല്ലും തോറും മരുന്ന് കഴിച്ചതിൻ്റെ പ്രായവും കൂടും. അതിനനുസരിച്ച് നേച്ചർ ലൈഫിൽ തങ്ങേണ്ട ദിവസങ്ങളും കൂടും. സാധാരണ രീതിയിൽ 2 ആഴ്ച കൊണ്ട്, ചിലർക്ക് 3 ആഴ്ച, ചിലർക്ക് 1 മാസം. വളരെ കടുത്ത ആസ്തമയൊക്കെ ആണെങ്കിൽ 41 ദിവസം. അങ്ങനെ 41 ദിവസമൊന്നും ഞങ്ങൾ ആരെയും നിർത്താറില്ല. വളരെ കുറച്ച് രോഗികളെ മാത്രമേ 1 മാസത്തിൻ്റെ അപ്പുറത്തേക്ക് കിടത്തേണ്ടതായിട്ട് വരാറുള്ളൂ. അപ്പോൾ ഈ ആസ്തമ രോഗിയിലും ഞങ്ങൾ ആദ്യം ചെയ്യുന്നത് കെട്ടിക്കിടക്കുന്ന അഴുക്കുകളെ കളയുക, വിഷാംശങ്ങൾ നീക്കം ചെയ്യുക. അതാ രോഗിയുടെ സ്വന്തം മലവും മൂത്രത്തിൻ്റെ അംശങ്ങളും അത് അവയവങ്ങളിലും കോശങ്ങളിലും എല്ലാം കിടക്കും. അങ്ങനെ മൂത്രാംശവും കിടക്കുമോ? എന്താ യൂറിക് ആസിഡിൻ്റെ പ്രോബ്ലം? കാലിൽ പോയി കെട്ടിക്കിടന്ന് വേദനയാണ്. ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും ബുദ്ധിമുട്ടുണ്ട്. അത് വൃക്കകളിലൂടെ മൂത്രമായി പോകേണ്ട സാധനമാണ്. ഇപ്പോൾ വിയർത്തു പോകേണ്ടത്, മൂത്രമായി പോവേണ്ടത്, മലമായി പോവേണ്ടത്, ആർത്തവമായി പോകേണ്ടത് കൃത്യമായി പോകാതിരുന്നാൽ അത് എവിടെയെങ്കിലും കല്ലായിട്ടോ അത് എവിടെയെങ്കിലും
കല്ലായിട്ടോ ഫൈബ്രോയിഡായിട്ടോ സിസ്റ്റായിട്ടോ ട്യൂമറായിട്ടോ ഒക്കെ മാറും. അതിൻ്റെ അപ്പുറത്താണ് പിന്നെ ചികിത്സ. അപ്പുറത്തല്ല, ഇപ്പുറത്താണ് ചികിത്സ വേണ്ടത് അതിൻ്റെ കാരണത്തിന്. ഇപ്പോൾ ഒരു ആസ്തമ രോഗിയുടെ ചികിത്സ അതിങ്ങ് പറഞ്ഞു തന്നേക്ക് എന്ന് പറഞ്ഞാൽ പറഞ്ഞു തരാം. പക്ഷേ പലരും അത് ചെയ്ത് കുഴപ്പമുണ്ടാക്കും. ഒന്ന് വീട്ടിൽ ഇത് ചെയ്തു നോക്കി ഒന്നുകൂടെ വന്നിട്ട് 2-3 പ്രാവശ്യമൊക്കെ വന്നിട്ടാണത് മാറുക. അത് വരുമ്പോൾ ചെയ്യേണ്ട പ്രത്യേക രീതികൾ ചെയ്യാൻ പറ്റണം. അതല്ലാതെ വരുമ്പോൾ വീട്ടുകാർ നേരെ പൊക്കി ഒരു പ്രകൃതിയും കൊണ്ടിരുന്ന് നേരെ കൊണ്ടുപോയി അടുത്തുള്ള അലോപ്പതി ആശുപത്രി കൊണ്ടുപോയി ഇടും. അവിടെ നിന്ന് കുറേ കുത്തും കിട്ടും, വാക്കുകൊണ്ടുള്ള കുത്തും കിട്ടും. ആരെങ്കിലും ഇക്കാലത്ത് പ്രകൃതി ചെയ്യുമോ? പ്രാകൃത രീതികൾ ഭയങ്കരമായി ആക്ഷേപിക്കും, ബന്ധുക്കളോടൊക്കെ കളിയാക്കും, അവരെ പരിഹസിക്കും. അതോടെ ആ രോഗിയുടെയും ആ രോഗിയുടെ അവസ്ഥ അറിയുന്നവരുടെയും പ്രകൃതി ജീവന ചിന്തകൾക്ക് ഫുൾ സ്റ്റോപ്പാകും. പിന്നെ അവർ ഈ വഴിക്ക് വരില്ല. അതുകൊണ്ട് രോഗശമന പ്രതിസന്ധികളെ നേരിടുക എന്നുള്ളത് വളരെ ജാഗ്രത ആവശ്യമുള്ളൊരു കാര്യമാണ്. രോഗം മാറ്റുക, ആ രോഗം മാറുന്നതിന് മുമ്പ് മരുന്ന് കൊണ്ട് മാറ്റിയിട്ടുള്ള രോഗങ്ങളുടെ ലക്ഷണങ്ങളൊക്കെ ഒന്ന് വന്നു പോകും. പ്രയാസങ്ങൾ അധികം ഉണ്ടാക്കില്ല. ആ സമയത്ത് രോഗി നേച്ചർ ലൈഫിൻ്റെ ഏതെങ്കിലും ഒരു സെൻറ്ററിൽ തന്നെ ഉണ്ടാകുന്നതാണ് നല്ലത്. അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ രോഗങ്ങളുടെ പേരിൽ മരുന്ന് എന്നുള്ള വിഷം, മരുന്ന് വിഷമല്ല, ഡോസാണ് വിഷത്തെ നിശ്ചയിക്കുന്നത്. ഏത് വിഷത്തിൻ്റെയും ഡോസ് കുറഞ്ഞിരുന്നാൽ അത് അമൃതാകുമെന്നൊക്കെ വാദിക്കുന്ന കുശാസ്ത്രവാദികളുണ്ട്. അവർ കപ്പയിൽ സൈനൈഡുണ്ട്, പക്ഷേ ഡോസ് കുറവായത് കൊണ്ടൊരു കുഴപ്പമുണ്ടാകില്ല എന്ന് വാദിക്കും. പക്ഷേ നമ്മൾ ആ കപ്പയിലെ സൈനൈഡ് വിഷം തിളപ്പിച്ച വെള്ളം ഊറ്റിക്കളഞ്ഞ് ഒഴിവാക്കിയിട്ടാണ് കഴിക്കുന്നത്. ശരീരത്തിന് ഒരു അക്യുമുലേറ്റീവ് ഇഫക്റ്റ് ഉണ്ട്. വിഷസാധനങ്ങൾ ഡോസ് കുറവാണെങ്കിലും അത് കരളിൽ കെട്ടിക്കിടക്കും. ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളിലെ കൊഴുപ്പിൽ അടിഞ്ഞു കൂടും. വരുന്നതെല്ലാം അങ്ങനെ അടിഞ്ഞ് കൂടിയ വിഷത്തിൻ്റെ ഡോസിൻ്റെ കുഴപ്പങ്ങൾ നിങ്ങൾക്ക് ഭാവിയിലുണ്ടാകും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ആ മരുന്നിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുന്നില്ല എങ്കിൽ മരുന്നിൻ്റെ അളവ് നിങ്ങൾ കൂട്ടേണ്ടതായി വരും. ആ മരുന്നുകളും നിങ്ങളുടെ അടിച്ചമർത്തപ്പെടുന്ന രോഗങ്ങളും കൂടി ഉണ്ടാക്കുന്ന വലിയ രോഗങ്ങളിലേക്ക് നിങ്ങൾ അടുത്ത സമയങ്ങളിൽ വീഴും. നിങ്ങളുടെ ശരീരത്തിൻ്റെ സുസ്ഥിതി പോകും, നിങ്ങളുടെ ആരോഗ്യം തകരും, നിങ്ങളാകെ നിരാശയിലാകും. മരുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ എളുപ്പമാണ്. 2 ആഴ്ച നേച്ചർ ലൈഫിൽ വന്നാൽ മരുന്നൊന്നും ഞങ്ങൾ പെട്ടെന്ന് നിർത്തില്ല, പേടിക്കണ്ട. ആ മരുന്നുകളിൽ ഉണ്ട് എന്നവർ പറയുന്ന ഘടകങ്ങൾ ഏതെല്ലാം പഴങ്ങളിൽ, പച്ചക്കറികളിൽ, തേങ്ങയിൽ, കരിക്കിൽ, പയറുവർഗ്ഗങ്ങളിൽ, മില്ലറ്റുകളിലൊക്കെ ഉണ്ട് എന്ന് നോക്കി ആ സാധനങ്ങൾ നിങ്ങൾക്ക് കൂടുതലായി തന്ന് അങ്ങനെ ശരീരത്തിന് സ്വാഭാവികമായി തന്നെ സ്വാഭാവികമായ പോഷകങ്ങൾ കിട്ടുമ്പോൾ മരുന്ന് എന്ന് പറയുന്ന കൃത്രിമമായ ദോഷഫലങ്ങൾ, സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുന്ന സാധനങ്ങളെ പതുക്കെ കുറച്ച് കൊണ്ടുവന്നിട്ടാണ് നിങ്ങളെ മരുന്നിൽ നിന്നും ആ രോഗത്തിൽ നിന്നും മുക്തമാക്കുന്നത്. ഈ ടെക്നിക്ക് ഒരിക്കൽ മനസ്സിലായാൽ പിന്നെ നിങ്ങൾക്ക് രോഗങ്ങളില്ലാതെ ജീവിക്കാം. രോഗങ്ങൾ വന്നാൽ തന്നെ ഈ രീതി അവിടെയും ഉപയോഗിച്ച് നിങ്ങൾക്ക് തന്നെ വീട്ടിലിരുന്ന് നിങ്ങളുടെ രോഗങ്ങൾ മാറ്റാൻ സാധിക്കും. ഇന്ന് തന്നെ നേച്ചർ ലൈഫിൻ്റെ നിങ്ങൾക്ക് അടുത്തുള്ള കേന്ദ്രത്തിലേക്കൊന്ന് വിളിച്ച് അവിടെയുള്ള പ്രകൃതി ഡോക്ടർമാരുമായി കാണുന്നതിനൊരു സമയം ഫിക്സ് ചെയ്യുക. പറ്റുമെങ്കിൽ നിങ്ങൾ കുടുംബസമേതം ചെല്ലണം. ഡോക്ടറുമായി രോഗി മാത്രമല്ല, നിങ്ങൾ കുടുംബസമേതം ഇരുന്ന് ചർച്ച ചെയ്യണം. അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഡോക്ടർ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ അലൂമിനിയം പാത്രം ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. ആ അലൂമിനിയമായിരിക്കാൻ ചിലപ്പോൾ കാരണമെന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവരുടെ ഉള്ളിലേക്കും അത് വരും. അതിൻ്റെ കുഴപ്പം എന്താണെന്ന് ഒരാൾ ചോദിച്ചു എന്ന് വരും. അലൂമിനിയം ഫോയിലിലെ ഭക്ഷണം, അലൂമിനിയം പ്ലേറ്റുകളിലെ ഭക്ഷണമെല്ലാം അതോടെ അവരെ നിർത്താൻ തീരുമാനിക്കും. ഇങ്ങനെ പലതരത്തിലുള്ള വിവരങ്ങൾ, ആരോഗ്യ ടിപ്പുകൾ
ഞങ്ങളുടെ ഡോക്ടർമാർ നിങ്ങളുടെ കുടുംബത്തിന് നൽകും. അവിടെ നിരവധി പുസ്തകങ്ങളുണ്ട്. ഞാൻ തന്നെ 14ഓളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഡോക്ടർ സുകുമാർ അഴീക്കോട് സാറിൻ്റെ ആരോഗ്യവും ദീർഘായുസ്സും എന്നുള്ള പുസ്തകമുണ്ട്. ഡോക്ടർ സൗമ്യയുടെ സുജീവിത പാചകമെന്ന തടിച്ചൊരു പുസ്തകമുണ്ട്. 1400 റെസിപ്പികളുണ്ട്. വീട്ടിൽ തന്നെ രുചിയേറിയ പായസങ്ങളും രുചിയേറിയ ചോറ് വർഗ്ഗങ്ങളും ആധുനിക ഭക്ഷണം ഉൾപ്പെടെ ശ്രീലങ്കൻ ഭക്ഷണം, തായ് ഭക്ഷണമൊക്കെ തയ്യാറാക്കാൻ കഴിയുന്ന രീതിയിലുള്ളൊരു പുസ്തകമാണ്. അതൊക്കെ ഒന്ന് നോക്കണം. താല്പര്യമുള്ളത് വാങ്ങണം. പ്രകൃതി പ്രഥമ ചികിത്സകൾ, എന്തുകൊണ്ട് നേച്ചർ ലൈഫ്, സൗഖ്യസാക്ഷ്യങ്ങൾ, രോഗികളുടെ രോഗം മാറിയിട്ടുള്ള അനുഭവങ്ങളുടെ പുസ്തകം, അങ്ങനെ നിരവധി പുസ്തകങ്ങളുണ്ട്. ഞങ്ങളൊക്കെ പ്രകൃതി പഠിക്കാൻ വരുമ്പോൾ ആചാര്യൻ യശശരീരനായ മഹാനായ CRR വർമാജിയുടെ കുറച്ച് കാസറ്റുകളും കുറച്ച് ചെറിയ പുസ്തകങ്ങളും, പിന്നെ എൻ്റെ മറ്റൊരു ഗുരുവായ വൈദ്യ ചക്രവർത്തി വൈദ്യഭൂഷണൻ രാഘവൻ തിരുമുൽപ്പാടിൻ്റെ പ്രകൃതി പുസ്തകം, അവരുടെ വായിൽ നിന്ന് കിട്ടിയിട്ടുള്ള ചില മൊഴിമുത്തുകളൊക്കെയാണ് ഞങ്ങൾക്ക് ആധാരമായിട്ടുണ്ടായിരുന്നത്. ഇന്ന് നിങ്ങൾക്ക് അനേകം പുസ്തകങ്ങൾ, യൂട്യൂബ് ചാനലിൽ അനേകം പ്രഭാഷണങ്ങൾ നോക്ക്. ഞങ്ങളുടെ 10-40 കൊല്ലത്തെ പരിശ്രമം, വർമാജിയുടെ പരിശ്രമം, അലോപ്പതി ഡോക്ടർമാരും ഇപ്പോൾ പ്രകൃതി പരിഹാരങ്ങൾ പറയുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അതൊരു വലിയ നേട്ടമാണ്. ആയുർവേദ ഡോക്ടർമാരും ഹോമിയോ ഡോക്ടർമാരും ഒക്കെ ഇന്ന് പ്രകൃതിയോടിണങ്ങിയ രീതികളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ആ മാറ്റം തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. ഒരാളെ കൊണ്ടോ 4 പേരെ കൊണ്ടോ എന്നും സാമൂഹ്യ മാറ്റം നടന്നെന്ന് വരില്ല. പുതിയ ആശയങ്ങൾ ഒരു തലയിൽ വരും, പല തലകൾക്ക് അതിനെ പ്രാവർത്തികമാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ കൂടെ ഈ ജീവിത രീതിയുടെ പ്രചാരകരാവണം. പറയാവുന്നവരോടെല്ലാം പറയണം. കുടം കവിഴ്ത്തി വെള്ളമൊഴിച്ചിട്ട് കാര്യമില്ല. പറയാവുന്നവരോടെല്ലാം പറയണം. അതിൽ സമയമായിരിക്കുന്നവർക്ക്, തലേവര തെളിഞ്ഞിട്ടുള്ളവർക്ക് ഇതിലേക്ക് വരാനുള്ള യോഗമുണ്ടാകും. അത്രയൊക്കെ നമുക്ക് സാധിക്കൂ. ഒരു കുഞ്ഞു മനുഷ്യൻ്റെ കുഞ്ഞു ജീവിതം കൊണ്ട് ഏറെ എന്താണ് സാധിക്കേണ്ടത്. 2025 ഈ വരുന്ന സെപ്റ്റംബർ 24-ാം തീയതി ബുധനാഴ്ച രാവിലെ 9 മുതൽ വൈകിട്ട് 7 വരെയെങ്കിലും നമ്മുടെ ആഘോഷ പരിപാടികൾ, രോഗം മാറിയവരുടെ, രോഗങ്ങളില്ലാതെ ജീവിക്കുന്നവരുടെ ആനന്ദ സംഗമം എറണാകുളം ടൗൺ ഹാളിൽ നടക്കുകയാണ്. എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എറണാകുളം ടൗൺ ഹാൾ. 23-ാം തീയതി വൈകിട്ട് തന്നെ വരുന്നവർ പ്രത്യേകം പറഞ്ഞാൽ വളരെ ചെറിയൊരു ചിലവിൽ ഡോർമിറ്ററി സൗകര്യങ്ങൾ, ചെറിയ റൂമുകൾ ടൗൺ ഹാളിനടുത്ത് തന്നെ ഞങ്ങൾ ഒരുക്കി വയ്ക്കാം. നേച്ചർ ലൈഫിൻ്റെ പ്രത്യേകമായ നമ്പർ അതിന് നിങ്ങൾക്ക് ഉപയോഗിക്കാം. 2 നമ്പറുകളുണ്ട്. 9496044503, 9496044514. ഈ 2 നമ്പറുകളിലും വിളിച്ച് നിങ്ങൾ എത്തുന്ന വിവരത്തിന്, നിങ്ങളുടെ കൂടെ എത്ര പേരുണ്ടാകുമെന്നുള്ളൊരു കാര്യത്തിന് ഉറപ്പ് തരണം. ഭക്ഷണം തയ്യാറാക്കാൻ നിങ്ങൾക്ക് ഒരു സംഭാവന അവിടെ തരാൻ. കാരണം ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് ഒരു 2 ലക്ഷം രൂപയോളം ചിലവ് വരുന്നുണ്ട്. ടൗൺ ഹാളിൻ്റെ വലിയൊരു വാടക, അതേപോലെ LED വയ്ക്കുന്ന കാര്യങ്ങൾ തുടങ്ങിയിട്ട് പ്രചരണ രീതികൾ, പരസ്യങ്ങൾക്കൊക്കെ ആയിട്ട് വലിയൊരു ചിലവ് ഞങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, യൂട്യൂബിലെ ഈ ചാനലിൽ ഞങ്ങൾ പരസ്യം ഇടുന്നില്ല. പരസ്യമിട്ട് നല്ലൊരു വരുമാനം, ലക്ഷങ്ങളുടെ വരുമാനം ഉണ്ടായിക്കൊണ്ടിരുന്നതാണ്. ജംഗ്ലി റമ്മിയുടെ പരസ്യം കണ്ട അന്ന് നമ്മുടെ ചാനലിലൂടെ നമ്മുടെ ചിലവിൽ നിങ്ങൾക്ക് ഒരു തകരാറും പ്രോത്സാഹനമായിട്ട് ഞങ്ങൾ തരില്ല. അതുകൊണ്ട് ആ പരസ്യങ്ങളില്ലാതെയാണ് വർഷങ്ങളായിട്ട് നമ്മളിപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ യൂട്യൂബിൻ്റെ പോളിസി മാറ്റിയിട്ടുണ്ട്. നമുക്ക് പരസ്യത്തിൻ്റെ വരുമാനം വേണ്ടാന്ന് പറഞ്ഞാലും അവർക്ക് പരസ്യം ഇടാം എന്നൊക്കെ ആയിട്ടൊന്ന് കേൾക്കണു. ഏതായാലും ഇന്ത്യ ഗവൺമെൻറ് അത്തരത്തിലുള്ള സൈറ്റുകളൊക്കെ നിരോധിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും പരസ്യങ്ങളില്ലാതെ പോകട്ടെ എന്നാണ് നമ്മുടെ തീരുമാനം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സഹായങ്ങൾ
ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. നമ്മുടെ ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിലൊരു അപകടം വന്നിരുന്നു. വിദേശ പണം, ഫോറിൻ കറൻസി നമ്മുടെ അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ അതിപ്പോൾ വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് വിദേശത്തുള്ള സുഹൃത്തുക്കൾ നാട്ടിൽ വരുമ്പോൾ നേരിട്ട് ഞങ്ങളെ സഹായിച്ചാൽ മതി. നാട്ടിലുള്ള സുഹൃത്തുക്കൾ പ്രത്യേകിച്ച് ടൗൺ ഹാളിൽ വരുമ്പോൾ അവരുടെ സഹായങ്ങൾ നൽകണം. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. എന്നിട്ട് ദയവായിട്ട് നേരത്തെ തന്നെ വിളിച്ച് നിങ്ങളുടെ പേരുകൾ ബുക്ക് ചെയ്യണം. ഉച്ചഭക്ഷണത്തിന് ചെറിയൊരു ചാർജ്, ഒരു 100 രൂപ. പ്രകൃതി സദ്യയാണ്, 100 രൂപയൊന്നും ആവില്ല. എന്നാൽ പോലും ഒരു ചെറിയ വിഹിതം നിങ്ങൾ നൽകിയാൽ മതി. വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, ചാണ്ടി ഉമ്മൻ MLA, കെ രാധാകൃഷ്ണൻ MP അദ്ദേഹം പരമാവധി എത്താം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. അശോകൻ ചെരുവിലുണ്ട്, പന്ന്യൻ രവീന്ദ്രൻ, കുമ്മനം രാജശേഖരൻ, അങ്ങനെ നിരവധിയായ വ്യക്തിത്വങ്ങൾ നമ്മുടെ ഈ സംഗമവേദി സന്ദർശിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി, ഞങ്ങൾ ഗാന്ധിമാർഗ പ്രവർത്തകരുടെ നേതാവാണ്, വലിയൊരു സ്കോളറാണ്. അദ്ദേഹം 24-ാം തീയതിയിലെ വിഷയങ്ങൾക്ക് ഒരാമുഖം നൽകും. ഡോക്ടർ MP മത്തായിയാണ്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ ഗാന്ധിമാർഗ വിഭാഗത്തിൻ്റെ ഹെഡായിരുന്നു. ലോകത്തെ വിവിധ യൂണിവേഴ്സിറ്റികളിലെ ഗാന്ധിമാർഗ വിസിറ്റിംഗ് പ്രൊഫസറാണ്, പ്രൊഫസർ ഓഫ് എമിരിറ്റസ് ആണ്. ഡോക്ടർ MC സൗമ്യ, ഡോക്ടർ MC സന്ധ്യ, ഡോക്ടർ റിനു റോസ്, ഡോക്ടർ മേരി ഷൈൻ തുടങ്ങി ഞങ്ങളുടെ സീനിയർ ഡോക്ടർമാരുടെ ക്ലാസ്സുകളുണ്ടാകും. ഞാൻ പ്രധാനമായിട്ടും അവതരിപ്പിക്കുന്നത് ബയോ ഹാക്കിംഗ് എന്നുള്ളൊരു വിഷയമാണ്. നിങ്ങൾക്ക് കലണ്ടറിലെ പ്രായം 50, 60, 70 ആയെന്നാലും ആന്തരാവയവങ്ങളുടെ പ്രായം 30ലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ആ ആരോഗ്യ രഹസ്യങ്ങളാണ് ഞാനന്ന് സംസാരിക്കുക. ഒരിക്കൽ കൂടെ നിങ്ങൾ കുടുംബസമേതം, സുഹൃത്ത് സമേതം വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കമൻറ്റുകൾ എഴുതണം. നന്ദി, നമസ്കാരം.